കേരളത്തിൽ വിവാഹമെന്നത് കമ്പോള നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒന്നാണോ? ജാതിയും മതവും സമ്പത്തും എത്രത്തോളം ഈ കമ്പോളത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട്? വിവാഹ പരസ്യങ്ങളെ അടിസ്ഥാനമാക്കി ഞങ്ങളുടെ റിപ്പോർട്ടർ വിധു വിൻസെൻ്റ് നടത്തുന്ന അന്വേഷണമാണ് ഇനി. സാധാരണ വിവാഹ പരസ്യം ഇതുപോലെയാണ്. ബ്രാഹ്മണ യുവാവ് അല്ലെങ്കിൽ യുവതി, വയസ്സ്, ഉയരം, ജോലി, വധുവോ വരനോ ആക്കാൻ ആഗ്രഹിക്കുന്നവരുടെ നിറം, സാമ്പത്തികാവസ്ഥ, ജാതി എന്നിങ്ങനെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വ്യക്തമായി വരച്ചിടുന്ന കുടുംബചിത്രം. വ്യത്യസ്തമായി വരുന്ന അപൂർവം വിവാഹ പരസ്യങ്ങളുണ്ട്. അവ ഇങ്ങനെയിരിക്കും. ഇത്തരത്തിൽ പരസ്യം കൊടുത്തയാളെ ഞങ്ങളൊന്ന് ബന്ധപ്പെട്ട് നോക്കി. ഹലോ ഹലോ, ആരാണ്? ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു, ഒരു വിവാഹ പരസ്യം ഉണ്ടായിരുന്നല്ലോ പത്രത്തില്. അത് കണ്ടിട്ട് വിളിച്ചതായിരുന്നേ. ഞാന് എന്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അവര് അഗ്രികൾച്ചർ ഓഫീസറാണ്, കോട്ടയത്താണ് ജോലി, 28 വയസ്സുണ്ട്. അപ്പോ നിങ്ങളുടെ നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും താല്പര്യമുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആരാ സംസാരിക്കുന്നത്? പയ്യന്റെ ആരാണ്? ഓ, താങ്കളാണല്ലേ? അത് ശരി, ശരി. എന്താ ചെയ്യുന്നത്? പുള്ളിക്കാരത്തി MSc ആണ്. 28 വയസ്സ്. ഞാൻ +2 അധ്യാപകനാണ്. കൊല്ലത്താണ് സ്ഥലം. കൊല്ലത്താണല്ലേ വീട്? വീട്ടില് ഇപ്പൊ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. സഹോദരി കൂടിയുണ്ട്. അവരുടെ കല്യാണം കഴിഞ്ഞു. അവര് വേറെയാണ് താമസം. അവരൊക്കെ എന്ത് ചെയ്യുന്നു? അച്ഛനും അമ്മയൊക്കെ എന്ത് ചെയ്യുന്നു? അവര് സർക്കാർ സർവീസിലായിരുന്നു, റിട്ടയറായി. ഓ, പെൺകുട്ടിയുടെയും അച്ഛനും അമ്മയും പിന്നെ സ്കൂൾ മാഷുമാരായിരുന്നു. രണ്ടുപേരും റിട്ടയറായി. കുറച്ചു നാളായിരിക്കുന്നു റിട്ടയറായിട്ട്. ഈ ജാതി മതം അങ്ങനെ പ്രശ്നമല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. യാതൊരു പ്രശ്നമില്ല. ഞങ്ങളതൊരു നായർ തറവാടാണ്. പക്ഷെ എന്നാലും ഇവിടെ എല്ലാവരും പൊതുവിൽ പുരോഗമന ആശയങ്ങളോട് അഭിമുഖ്യമുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുകൊണ്ടാണ് നമ്മളൊരു പുരോഗമനപരമായിട്ടൊരു കല്യാണം കഴിക്കാൻ ഇങ്ങനെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കാം എന്ന് വെച്ചത്. കാലത്തൊക്കെ ജാതി മതമൊക്കെ നോക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഇടുങ്ങിയ ചിന്താഗതിക്കാരുടെ ഒരു സ്വഭാവമാണല്ലോ. പെൺകുട്ടി SC ആണ്. ഓ, അത് ശരി. അതായത് SC ആണല്ലേ? അതെ. അവര് പുലയ കാസ്റ്റ് ആണ്. ഓ, ശരി. അതൊന്ന് എന്ന് വീട്ടിൽ ഇതൊന്ന് ചോദിച്ചിട്ട് എന്തെങ്കിലും എനിക്ക് പറയാൻ പറ്റുമോ കാര്യത്തില്? കാരണം വീട്ടുകാര് ഇന്റർകാസ്റ്റിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഋഷിയുടെ സാധനത്തെ കുറിച്ച് ആലോചിച്ചിരുന്നില്ല. അല്ല, നിങ്ങൾ ജാതി മത പ്രശ്നമല്ല എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഒരു നായർ കാസ്റ്റ് ആയതുകൊണ്ട് നമ്മള് മാക്സിമം വിചാരിച്ചിരുന്ന ഒരു ഈഴവയോ ഒരു ക്രിസ്ത്യനോ ഒക്കെ ആയിരിക്കും വരികയെന്നാണ് വിചാരിച്ചത്. ഋഷി നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്താന്ന് വെച്ചാ ഞാൻ ഈ നമ്പർ ഇതല്ല നിങ്ങളുടെ നമ്പർ വിളിച്ചാൽ പോരെ? അതെ. നിങ്ങളൊന്ന് കാര്യമായിട്ടൊന്ന് അതിലൊന്ന് ഉപേക്ഷ വിചാരിക്കാതെന്ന് ആലോചിച്ചാൽ കൊള്ളാം അത്. ഓ, തീർച്ചയായിട്ടും. ഇന്ന് വീട്ടുകാരോട് നോക്ക്, എനിക്കിതിനകത്ത് ഒരു ജാതി ഇതൊന്നും ഇല്ല. വീട്ടുകാരുടെ ഒരു അഭിപ്രായമൊക്കെ ഒന്നും ചോദിച്ചിട്ട്. ആയിക്കോട്ടെ. വീട്ടുകാരുമായി ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിളിക്കാം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച
ആ ഫോൺ പിന്നീട് ഒരിക്കലും തിരിച്ചു വന്നില്ല. കേരളത്തിൻ്റെ പുരോഗമനത്വം എന്ന് പറയുന്നത് അതൊരു ഒളിച്ചു കടത്തിയ സവർണതയാണെന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു വലിയ പ്രശ്നം. ക്വാളിറ്റി ഉള്ളവരായിരിക്കുക, വിവാഹത്തിന് ഒരു ഡിസൈറബിൾ ആയിരിക്കുക എന്നൊക്കെ ഉള്ളതിനെ നമ്മൾ പരിഭാഷപ്പെടുത്തുന്നത് ഒരു സവർണ ശരീരത്തിലോട്ടാണ്, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. അപ്പം അതിൽ ജാതി എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിനകത്ത് തന്നെ ജാതി ഉൽപ്പാദിപ്പിക്കുന്ന സൗന്ദര്യ ദർശനങ്ങൾ, ഡിസൈർ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് വളരെ പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നു. അതിനേക്കാൾ ഉപരി എങ്ങനെയാണ് മലയാളി വളരെ ക്ലെവർലി, വളരെ ബുദ്ധിപരമായി ജാതി ഒളിപ്പിച്ചു വെക്കുന്നത് എന്നുള്ളതാണ്. കാസ്റ്റ് നോ ബാർ എന്ന ഒരു ടൈറ്റിൽ കൊടുക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പലപ്പോഴും മനസ്സിലാവില്ല. മാത്രമല്ല ചില അങ്ങനെയുള്ള പരസ്യങ്ങൾ കണ്ട് നമ്മൾ വിളിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഏതാണ് ജാതി എന്നുള്ളതാണ്. അപ്പോൾ ജാതി മത ആചാരങ്ങളില്ലാത്ത വിവാഹമാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്ന ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ തന്നെ ചില ആളുകൾ പറയുന്നത് ജാതി ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്, അത് ഞങ്ങൾക്കും അതിൽ വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല, മറിച്ച് വെറുതെ ഒന്ന് അറിയാനാണ്, അത്രയേ ഉള്ളൂ. അങ്ങനെ പലരും പറയുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ജാതി കാസ്റ്റ് നോ ബാർ എന്ന് പറയുന്നതിൽ ജാതി അവർക്ക് പ്രശ്നമല്ല എന്ന് അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ വേണം അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. പച്ചയായ ദളിത് വിരോധം ഇത്തരം പരസ്യ പേജുകളിലെ സ്ഥിരം കാഴ്ചയാണ്. ഞങ്ങൾ ജാതി മതാതീതരായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പരസ്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറയുകയും അവസാന ഭാഗത്ത് ബ്രാക്കറ്റ് ഇട്ട് SC/ST ഒഴികെ എന്ന് മറക്കാതെ രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഒട്ടും കുറവല്ല. ദളിതരെ സംബന്ധിച്ചോളം ഇതൊക്കെ നേടിയിട്ടും, ഇത് വിദ്യാഭ്യാസം നേടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം കേരളത്തിലെ ഒരു മധ്യവർഗ്ഗ ദളിതർ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു മധ്യവർഗ്ഗ ദളിതർ എന്ന് വെച്ചാൽ ബഹുദൂരം മുമ്പോട്ട് പോയി കഴിഞ്ഞു ആദ്യ സമയത്തുള്ള ജാതിയിൽ നിന്നൊക്കെ. പക്ഷേ എങ്കിലും അവർ ഒരു ഡിസൈറബിൾ ആയൊരു സംഗതിയായി മാറുന്നില്ല എന്നുള്ളത്. ഇതിനകത്തൊരു എക്കോണമി ഉണ്ട്. നിങ്ങളുടെ പണത്തെ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം, വിവാഹം എന്ന് പറയുന്നതിനെ നമുക്ക് തികച്ചും വ്യക്തിപരമായൊരു കാര്യമായി മാത്രം കാണാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനകത്ത് രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്, സാംസ്കാരികമായ ഘടകങ്ങളുണ്ട്, സാമൂഹ്യപരമായ കാര്യങ്ങളുണ്ട്, സാമ്പത്തികപരമായ കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനെ ഒന്നും അഡ്രസ് ചെയ്യാൻ നമുക്ക് തികച്ചും വ്യക്തിപരമെന്ന് പറയാൻ പറ്റില്ല. ദളിത് പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി എന്നുള്ള ദിശയിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും കാസ്റ്റ് നോ ബാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നിങ്ങൾ ഏതാണ് ജാതി എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ദളിതാണ് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഞങ്ങൾക്ക് അതാണോ എന്നാൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള ഒരു മറുപടി ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. പലരും ഒരു ബാരിയർ വെച്ചിട്ടുണ്ട്. കാസ്റ്റ് നോ ബാർ എന്ന് പറയുന്നത് ഇത്ര വരെയുള്ള ജാതിയെ ആകാവൂ, അല്ലെങ്കിൽ ഇതിന് താഴെയുള്ളത് ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് പലരും യാതൊരു മടിയും ഇല്ലാതെ മുഖത്തടിച്ച പോലെ പറയുന്ന ഒരു പ്രവണത കൂടിയുണ്ട്. ദളിതാണെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല, അത് വളരെ സ്റ്റേണായിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. കേരളത്തിലിപ്പോൾ ജാതിയൊക്കെ ഉണ്ടോ എന്ന് സംശയം ചോദിക്കുന്നവർ കാണാൻ വിസമ്മതിക്കുന്നത് കുടുംബത്തിനുള്ളിലും വൈവാഹിക ബന്ധങ്ങളിലും മൂർത്തരൂപത്തിൽ പ്രവർത്തിക്കുന്ന ജാതിയാണ്. നമ്മുടെ നവോത്ഥാനം മനുഷ്യനെ നിർമ്മിച്ചു എന്ന് ഊറ്റം കൊള്ളുമ്പോൾ കുടുംബത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലൂടെ ജാതിയെ നമ്മൾ ഒളിപ്പിച്ചു കടത്തുകയായിരുന്നു എന്ന യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട്. നരൻ അശുദ്ധമാകുന്ന ഒരു കാലഘട്ടം. കേരളത്തിലെ ജനങ്ങളുടെ സ്വകാര്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലുമൊക്കെ ജാതി വളരെയധികം ആധിപത്യം സ്ഥാപിച്ചു എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. അതിന്റെ ഒരു അനന്തരഫലമാണ് ഇന്ന് കാണുന്ന ജാതി ചിന്ത മനുഷ്യരുടെ മനസ്സിൽ ഇത്രയധികം ആഴത്തിൽ വേരൂന്നിയത് എന്ന് വേണം പറയാനായിട്ട്. നവോത്ഥാന പോരാട്ടങ്ങളുടെ ഫലമായി ഒട്ടേറെ മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നവോത്ഥാന പോരാട്ടങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചില നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് പറയാതെ ഈ ചർച്ച പൂർണ്ണമാകുമെന്ന് തോന്നുന്നില്ല.